കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. എഇഒക്കെതിരെ നടപടി എടുക്കുന്നതിന് മുന്നോടിയായി വിശദീകരണം തേടി മാനേജ്മെന്റിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിലും കണ്ടെത്തി. പ്രധാന അധ്യാപികയ്ക്കും മാനേജ്മെന്റിനും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രാവിലെ മന്ത്രിക്ക് കൈമാറി. തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നാണ് കർശന നടപടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനം. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് കൊല്ലം ഡിഇഒയുടെ ചുമതല വഹിച്ചിരുന്ന എഇഒ ആന്റണി പീറ്ററോട് വിശദീകരണം തേടി. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് മാനേജ്മെന്റിനുള്ള നോട്ടീസ്. ഉദ്യോഗസ്ഥതല വീഴ്ചയിൽ കടുത്ത അതൃപ്തി ഉന്നതതല യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ചു. ഒരു ഭാഗം ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു പ്രാവശ്യം ചെന്ന് KCBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല, പരിഹാരം കാണുന്നവരെ പോകണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിലപാട് ആരായാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് 3 ലക്ഷം അടിയന്തരമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈമാറും. വീട് വെച്ച് നൽകാനും തീരുമാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.